പണിയെടുക്കുന്ന പാർട്ടിയിലുള്ള ആളുകളൊക്കെയായിരുന്നു. നമ്മുടെ 4 പേര് മിസ്സായി ആയിട്ടുണ്ട്, നമ്മുടെ സ്റ്റാഫ് തന്നെ. അതായത് നമ്മുടെ സൂപ്പർവൈസർ ജോണി എന്ന് പറയുന്ന ആളുണ്ട്, പിന്നെ റഷിദ, അതുപോലെ രാജമ്മ, മോസിന, ഇങ്ങനെ ഒരു സ്റ്റാഫാണ് നമ്മുടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. ഇതുവരെ അവരുടെ ഇത് കിട്ടിയിട്ടില്ല. അവർ മുണ്ടക്കയിലായിരുന്നു. അവിടുന്ന് ആ ഉരുള് പൊട്ടിയ സമയത്ത് പോയതായിരിക്കും. ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ പക്ഷേ ഇങ്ങോട്ട് ബന്ധപ്പെടാനും മറ്റും പറ്റിയത് വളരെ അതെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് ഞങ്ങൾക്ക് ജനറേറ്റർ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് എല്ലാ വിവരങ്ങളും അറിയായിരുന്നു. അങ്ങനെ സംവിധാനമായിട്ട് നമുക്ക് 3 ഫേസിന്റെ ജനറേറ്റർ എല്ലാം അറിയാൻ പറ്റി. കാലതാമസം വരും നമുക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ അവിടെ സേഫ് ആയിരുന്നു. നമുക്ക് കമ്പനിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും പറഞ്ഞിട്ട് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ കഴിഞ്ഞു അല്ലേ? എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. അത് നമ്മുടെ സൈന്യത്തിൻ്റെ ഉണ്ട്, NDRന്റെ ഉണ്ട്, അതേപോലെ ഏതൊക്കെയുണ്ടോ എത്രയൊക്കെ ആളുണ്ടോ അവരോടെല്ലാം താങ്ക്സ് പറയുകയാണ്. അതാണ്, ഓരോരുത്തർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ അവരും ഈ തങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ബെൻസൺ കൂടി ചേർന്നുണ്ട് നമുക്കിപ്പം. ബെൻസൺ, മരണസംഖ്യ ഉയരുന്നുണ്ട്. നിലവിൽ 155 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് 2ാം ദിനം രക്ഷാപ്രവർത്തനം നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്. ബെൻസൺ ഏത് മേഖലയിലാണ്? സേതുലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ടൗണിലാണ്. ഇവിടെ ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഒരു സ്ഥലത്ത് അവിടെ ഇപ്പോൾ ഈ ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽക്കേ തന്നെ ഈ ചൂരൽമലയിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ, അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങൾ ബന്ധുക്കളിൽ ഇവിടെ എത്തിച്ച് സംസ്കരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽക്കേ ഇതുവരെ 15ഓളം മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നിലവിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളുടെ മൃതദേഹം സംസ്കരിക്കാൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് ബന്ധുക്കളുടെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ അവരുടെ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. തന്നെ രാത്രി മുതൽ തന്നെ ഈ ഒരു യൂണിറ്റ് ഇവിടെ മേപ്പാടി ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ യൂണിറ്റുകളിലായി അന്ത്യകർമ്മം നടത്താനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 7-8 യൂണിറ്റുകളിലായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ നിരവധി മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം അവ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി ഓരോ മേഖലയിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും ബന്ധുക്കളെ അടക്കുന്നതിനും സ്വന്തമായി സ്ഥലത്തിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രത്തോളം വലിയൊരു അപകടമായിരുന്നു ഇന്നത്തെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളതിന്റെ നേർക്കാഴ്ച ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകളുടെ ഈ ഒരു അപകടം ബാധിച്ചിട്ടുണ്ട് എന്നതിന് ഒരു വ്യാപ്തിയാണ് നമ്മളിപ്പോൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ കാണാം. ബന്ധുക്കളെല്ലാവരും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾ ഏതെല്ലാം രീതിയിലാണോ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മേപ്പാടിയിലാണ് ഇത്തരത്തിലൊരു മൃതസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്.